ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു നോക്ക് ദ റെസിപ്പീസ് ചാനൽ. ഇന്ന് ഞാൻ എല്ലാവർക്കും പരിചയപ്പെടുത്താൻ പോകുന്നത് പച്ചമാങ്ങ വച്ചൊരു കറിയാണ്. വളരെ കുറച്ച് മാത്രം ഇൻഗ്രീഡിയൻസ് ചേർത്ത് വളരെ ഈസിയായി തയ്യാറാക്കി എടുക്കാവുന്ന ഈ റെസിപ്പിയുടെ ഇൻഗ്രീഡിയൻസ് ഇതൊക്കെയാണ്. മെയിൻ ഇൻഗ്രീഡിയന്റ് പച്ചമാങ്ങ. ഇതുപോലെ ചെറിയ മഞ്ഞ നിറം കയറി തുടങ്ങുന്ന മാങ്ങ വേണം ഈ കറിക്ക് എടുക്കാനായിട്ട്. ഞാൻ 3 മാങ്ങ നന്നായി കഴുകി തൊലിയൊക്കെ കളഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു ചുള ചുവന്നുള്ളി അല്ലെങ്കിൽ ചെറിയ ഉള്ളി, 1 കപ്പ് നാളികേരം, 1.5 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കടുക്, 2 തണ്ട് വേപ്പില, ആവശ്യത്തിന് ഉപ്പ്, വെളിച്ചെണ്ണ എന്നിവയും എടുത്തു വെച്ചിട്ടുണ്ട്. ആദ്യം ഞാൻ നാളികേരവും ചെറിയുള്ളിയും ഒരു മിക്സിയുടെ ജാറിലിട്ട് 1/4 കപ്പ് വെള്ളവും ചേർത്ത് ഫൈനായി അരച്ചെടുക്കുന്നുണ്ട്. ഈ കറി വെക്കാനായി ഞാൻ എപ്പോഴും മീൻചട്ടിയാണ് യൂസ് ചെയ്യാറുള്ളത്. ആദ്യം ചട്ടിയിലേക്ക് എടുത്തു വച്ചിരിക്കുന്ന മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ ഉപ്പും വേപ്പിലയും ഇതുപോലെ ചെറുതായി അരിഞ്ഞെടുത്ത മാങ്ങയും 1/2 ഗ്ലാസ് വെള്ളവും ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത ശേഷം സ്റ്റൗ ഓൺ ചെയ്ത് വേവിച്ചെടുക്കണം. ഒരു 8 മിനിറ്റ് ഒക്കെ ആകുമ്പോഴേക്കും മാങ്ങയൊക്കെ നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ടാകും. മാങ്ങ നന്നായി ഇതുപോലെ വെന്ത് കിട്ടിയാൽ നമുക്കിതിലേക്ക് നാളികേരം അരച്ചു വെച്ചിരിക്കുന്നത് ചേർത്ത് കൊടുക്കാം. ഇതോടൊപ്പം ഒരു 1/2 ഗ്ലാസ് ചൂടുവെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് നന്നായി തിളപ്പിച്ചെടുക്കണം. ഈ സമയം ഉപ്പ് നോക്കി കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനൊരു 1/2 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പും എരിവും ഒക്കെ നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് സെറ്റ് ചെയ്തെടുക്കാം. എനിക്ക് കിട്ടിയ മാങ്ങ നല്ല പുളിയുള്ളതായിരുന്നു, അതുകൊണ്ട് കറിയും നല്ല പുളിയായിട്ടുണ്ട്. കറി തിളച്ചു വന്ന് തുടങ്ങിയ സമയത്ത് പുളി ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് ഞാൻ 1 ടീസ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ചെറിയ പുളിയും മധുരവും കൂടിയുള്ള മാങ്ങയാണെങ്കിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കേണ്ട കാര്യമില്ല. എന്റെ അമ്മ ഈ കറി നാട്ടിലെ മൂവാണ്ടൻ മാങ്ങ വെച്ചാണ് തയ്യാറാക്കാറുള്ളത്. മൂവാണ്ടൻ മാങ്ങ മൂത്തു വരുന്ന ആ പാകത്തിലാണ് ഈ കറി വെക്കാൻ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളത്. ഇനി കറി നന്നായി തിളച്ച് ഈ ഒരു കൺസിസ്റ്റൻസി ആയാൽ ഇനി സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനി ഒരു തട്ക പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായി വന്നാൽ എടുത്തു വെച്ചിരിക്കുന്ന കടുക് ചേർത്ത് പൊട്ടിച്ചെടുക്കണം. കടുക് മുഴുവൻ പൊട്ടി സ്റ്റൗ ഓഫ് ചെയ്ത ശേഷം ഒരു 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കറിക്ക് നല്ലൊരു ഭംഗി കിട്ടാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഈ സ്റ്റെപ്പ് തികച്ചും ഓപ്ഷണലാണ്. ഇനി ഇത് കറിയിലേക്ക് താളിച്ചു കൊടുത്ത് ചട്ടി കുറച്ച് നേരത്തേക്ക് അടച്ചു വെക്കാം. ഇനി നോക്കുമ്പോൾ നമ്മുടെ കറി നന്നായി കുറുകി നല്ല സെറ്റായി കിട്ടിയിട്ടുണ്ട്. കറിയുടെ കൺസിസ്റ്റൻസി ഓരോരുത്തർക്കും അവരവരുടെ താല്പര്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുന്ന വെള്ളത്തിന്റെ അളവിൽ മാറ്റം വരുത്തി സെറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ അടിപൊളി മാങ്ങക്കറി സെർവ് ചെയ്യാൻ റെഡി ആയിട്ടുണ്ട്. ഈ കറി ചോറിനും ചപ്പാത്തിക്കും ഒപ്പം നല്ലൊരു കോമ്പിനേഷൻ ആണ്. ഈ കറിക്കൊപ്പം പപ്പടമോ കൊണ്ടാട്ടുമുളകോ കൂടി ഉണ്ടാകുകയാണെങ്കിൽ ഉഷാറാകും നമ്മുടെ ഊണ്. അപ്പോൾ എല്ലാവരും ഈ സിമ്പിൾ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കി അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാനും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. എന്നാൽ മറ്റൊരു റെസിപ്പിയുമായി വരുന്നവരെ ബൈ, ടേക്ക് കെയർ, സ്റ്റേ ഹെൽത്തി ആൻഡ് ബി ഹാപ്പി. താങ്ക് യു.